ചോറുണ്ടോ? ചോറുണ്ടോ കുട്ടു? കൈ പൊക്കി കാണിച്ചേ. കൈ പൊക്കിക്കേ. കൈ പൊക്കിക്കേ. കൈ പൊക്കേ. ചോറ് എങ്ങനെ ഉണ്ട്? കൈ പൊക്കി കാണിച്ചേ. കൈ. എന്റെ മൂക്ക് കൊള്ളൂലാന്നും കണ്ണു കൊള്ളൂലാന്നും ചുണ്ടുകൾ കൊള്ളൂലാന്നും ഒക്കെ പല തെണ്ടികളും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതേപോലെ തന്നെ മറ്റു പലരും പറഞ്ഞിട്ടുണ്ട് വിടർന്ന സുന്ദരമായ കണ്ണുകളാണെന്നും മൂക്ക് നല്ല മൂക്കാണെന്നും ചുണ്ടുകൾ നല്ല ചുണ്ടുകളാണെന്നും. കാരണം എന്റെ മൂക്കും കണ്ണിനെ കുറിച്ചൊക്കെ എനിക്ക് നല്ല മടുപ്പുണ്ട്. എന്റെ മൂക്ക് അവിടെ ആരുമില്ല, നിന്റെ നിഴലത്. നിഴലായാലെന്താ? ചോദിക്കണ്ടേ? ഇല്ലെങ്കിൽ ഇവനൊക്കെ തലകറി നിരങ്ങും. എന്റെ നിഴലിന് ജുറാസി പാർക്കിന്റെ ഛായ. വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് കൂടെ നടന്നോളൂ, ഒരു പണിക്കും പോവാണ്ട്. ഞാൻ ഇവിടെ ഇരുന്ന് എന്റെ പഴയ കാലം ഓർക്കുമായിരുന്നു. എന്തോരം പ്രേമമായിരുന്നെന്നറിയോ എനിക്ക്. ഇഷ്ടം പോലെയായിരുന്നു. ഒരു ഗിരിജ, സരള, കുസുമം, പിന്നെ ഒരു മുസ്ലിം പെണ്ണുണ്ടായിരുന്നു, ഒരു ഫാത്തിമ. ഇന്ന് എനിക്കൊരു അബദ്ധം പറ്റി ഗൈസ്. എൻ്റെ കൂട്ടൂസിന് എന്നെ ഇന്ന് 5 മണിക്കോ 6 മണിക്കോ ഒക്കെ മൂത്രം ഒഴിക്കാൻ വേണ്ടി വെളിയിൽ പോകാൻ വേണ്ടി വിളിക്കുന്നതാണ്. അപ്പോഴെല്ലാം ഞാൻ എണ്ണീറ്റ് പോയി അവനെ ഇറക്കി വിടും. അപ്പം നെറ്റ് കഥകായതുകൊണ്ട് ഞാനത് അടച്ചിടും. കാരണം എന്തെങ്കിലും കയറി വരുമെന്നുള്ളൊരു പേടിക്ക് വേണ്ടി ഞാൻ അങ്ങനെ അങ്ങ് കന്നിട്ട് ഞാനങ്ങ് കിടന്നു പോയി ഗൈസ്. എൻ്റെ കാലിന് വേദനയുണ്ട്, അതിനോട് ഗുളിക കഴിച്ചിട്ടാണ് കിടക്കുന്നത്. അപ്പം നല്ല ഉറക്കമുള്ളൂ. അപ്പോൾ ഞാനങ്ങ് പോയി പുതച്ച് മൂടി അങ്ങ് കിടന്നു ഗൈസ്. കുറച്ച് പിന്നെ 7:30 ആയപ്പോഴേ എണ്ണീക്കുന്നു. നോക്കുമ്പോൾ പാവം വെളിയിൽ തന്നെ നിൽക്കുക. പക്ഷെ നമുക്ക് മൊത്തമേ ഗേറ്റെല്ലാം അടച്ചിട്ടേക്കുന്നതുകൊണ്ട് പിന്നെ വെളിയിലൊന്നും പോകാനൊക്കത്തില്ല, ആരും കയറിയും വരത്തില്ല. പക്ഷെ അവനങ്ങനെ പേടി, അവൻ എപ്പോഴും ഉള്ളിൽ തന്നെയല്ലേ. അപ്പം ഞാനങ്ങ് എന്നെ കണ്ടപ്പോൾ നീ എന്നോ സാധനമാടി എന്നെ വെളിയിൽ ഇറക്കി ഇട്ടോന്നും ചോദിച്ചു ഓടി വന്ന് എൻ്റെ ദേഹത്തെല്ലാം വലിഞ്ഞു കയറി പാവം കെട്ടിപ്പിടിക്കുകയൊക്കെ ആയിരുന്നു പാവം. അത്രയ്ക്ക് ഇവർക്ക് അങ്ങനെയാണ്. ഇവരെ നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് ഉപേക്ഷിച്ചാൽ ഇവർക്ക് ജീവിക്കാനുള്ള ഒരു ഇതുമില്ല. അത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുട്ടൂസിൻ്റെ ഒരു കൂട്ടുകാരി വന്നു. കൂട്ടുകാരിയാണോ കൂട്ടുകാരനാണോ എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ടാൽ അറിയത്തില്ല. ഇവൻ്റെ സന്തോഷവും ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് പെൺപട്ടിയാണെന്ന് തോന്നുന്നു. ആദ്യമേ ഞാൻ നോക്കുമ്പോൾ ഇവർ ഉമ്മ കൊടുക്കാനായിട്ടൊക്കെ നോക്കുന്ന കണ്ട്. അപ്പോൾ എന്നെ കണ്ടപ്പോഴത്തേനും അവനോ അങ്ങ് ഓടിപ്പോയി. അത് പിന്നെ അതിന് ശേഷം കുട്ടൂസൻ പിന്നെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടും അങ്ങോട്ടും ഇല്ല. ആകപ്പാടെ വിഷമോ. എന്നെ കണ്ടോ നോക്കുന്ന കണ്ടോ കുരയ്ക്കും അടി വാടി എന്നും പറഞ്ഞാൽ വിളിക്കുന്നത്. എന്നിട്ട് എന്നെ വിളിക്കുമെന്ന് പറയാം. അപ്പോഴത്തേനും ഞാനെന്താ ബോളൊക്കെ ഇട്ട് കൊടുത്ത് അവൻ്റെ മനസ്സൊന്നും മാറ്റാമെന്നും കണ്ടോ ഇട്ടൊക്കെ കൊടുക്കുമോ. എന്നാലും ഇത് ബോളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴും പുള്ളിയുടെ മനസ്സെപ്പോഴും ഗേറ്റിൻ്റെ അവിടോട്ട് തന്നെയാണ്. എന്നിട്ട് അങ്ങോട്ട് പോയി പിന്നെ ഓടിപ്പോയി നോക്കി നിൽക്കും. ഞാൻ പറയാം പോട്ടെ മോനെ വരും.